ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മറ്റൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല മാങ്ങയിലിട്ട പച്ച മാങ്ങയിലിട്ടൊരു അയലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചായി വീഡിയോസൊന്നും അങ്ങനെ റെഗുലറായിട്ട് ഇടാൻ കഴിയാത്ത, അപ്പോൾ പനിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചെറിയൊരു പീസ് ഉള്ളി, അത് നമ്മൾ മീൻ കറിയിൽ ചെറിയ പീസ് ഇട്ട് ആ ഉള്ളി ഇടും. അതുപോലെ തന്നെ 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ആ കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചൊരു 1/4 കഷ്ണം ഇഞ്ചിയാണ്, കാൽ കഷ്ണം ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു പീസ് ഉള്ളി ഒന്ന് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് മാങ്ങയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മാങ്ങൻ്റെ ആ ഒരു പുളിപ്പിലാണ് കറി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പച്ചമാങ്ങ കട്ട് ചെയ്തതും പിന്നെ പച്ചമുളകും കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് ഇതിൽ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലും നല്ലോണം ഉള്ളി നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം വെന്ത് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമ്മൾ പച്ചമാങ്ങയെല്ലാം ഇവിടെ കിട്ടിയാൽ നമ്മൾ ഫ്രീസറിൽ കട്ട് ചെയ്ത് ഉപ്പിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കാലം വർഷങ്ങളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് കറിയിലെല്ലാം ഇടാൻ വേണ്ടിയിട്ട് നല്ലത് അച്ചാറാക്കാനും വേണ്ടി നമ്മൾ ഫ്രീസറിൽ ഇതുപോലെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യൽ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലി എല്ലാം ഒന്നിച്ച്, മല്ലിയും മഞ്ഞളും എല്ലാം ഒന്നിച്ച് പൊടിക്കുന്നതാണ് ഈ ഒരു ഒറ്റ പൊടി നമുക്ക് ചേർക്കേണ്ടതുള്ളൂ. വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടിയിലിട്ട് നല്ലോണം ഒന്ന് പൊടീൻ്റെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറി തിളച്ചിട്ടല്ലോ. നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച അയില എന്നിട്ട് ആ അയില ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിലാണ് എല്ലാ കറിയും ഉണ്ടാക്കൽ. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇത് നമ്മൾ മുളക് കറി ആയതുകൊണ്ട് അങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കും. വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നല്ലോണം മീനെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം തിളച്ച് വന്നാൽ നമ്മളെ കറി റെഡിയാകും. നമ്മളെ മീൻ കറി നമുക്ക് പെട്ടെന്ന് റെഡിയാകുന്ന ഇതല്ലേ. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പെല്ലാം ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതാണ് നമ്മളെ സ്റ്റൈല് മീൻ കറി ഉണ്ടാക്കൽ കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് എല്ലാവരും ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തി അപ്പത്തിനും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കോമ്പിനേഷനിൽ പോകുന്നതല്ലേ നല്ല മുളകിട്ട കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.